വെക്കേഷനായിട്ട് മടി പിടിച്ചിട്ട് എണീക്കാൻ മടിച്ച് കിടക്കുമെന്ന ലച്ചുക്കുഞ്ഞിനെ കണ്ടോ? ലച്ചുക്കുഞ്ഞും കാലത്തെ എണീറ്റിട്ട് പല്ല് തേക്കാണ്ട് കിടന്ന് പടം വരയ്ക്കുകയാണ് കണ്ണൻ്റെ വണ്ടിയിൽ. ലച്ചു ഹായ് പറയ. കണ്ണമോനെ ഹായ് പറഞ്ഞേ. ആ സുഖമാണോ നോക്കിയ എല്ലാവർക്കും? ഇങ്ങോട്ട് നോക്കി പറയും പോന്നാ ലച്ചൂട്ടി. എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചേ. വെക്കേഷൻ അടിച്ചു പിടിക്കാൻ പറയും ചേട്ടന്മാരോട് ചേച്ചിമാരോടൊക്കെ. ചേട്ടന്മാരുടെ ചേച്ചിമാരൊക്കെ പരീക്ഷ കഴിഞ്ഞു പറയ്. ആ നിന്റെ കഴിഞ്ഞു. അതേപോലെ അവരോട് പറയും വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറയും. അതെ കണ്ണമ്മോൻ പറഞ്ഞാണ് എല്ലാവരോടും അടിച്ച് പൊളിച്ച് തിമർക്കാനാ പറഞ്ഞേ. കണ്ണമ്മോൻ ഇനി ചെണ്ട കൊട്ട് വണ്ടി കളി ഇനി ഓരോരോട് കാര്യങ്ങളാണ് അവന് ചെയ്യാനുള്ളത്. കുറേ പടം വരച്ച കണ്ട. ഇതാണ് ഇവരുടെ പണി. സ്കെച്ച് പേന എടുത്തിട്ട് ഞങ്ങളുടെ റൂമൊക്കെ കണ്ടില്ലേ എന്നും കാണിച്ചു തരുന്നത് ഇത് വിചാരിക്കും. നോക്ക് ഇതെങ്ങനെ കുത്തി വരച്ച് ഇത്ര വൃത്തികേടാക്കി വെക്കലാണ് ഇവരുടെ പണി. ആ കൂടി വന്നേക്കാണ്. ഇനിയിപ്പം നോക്കണ്ട ഞങ്ങളുടെ വീട് ഒരു വിധത്തിലാക്കും അല്ലേ പന്ന? കണ്ടില്ലേ ചുട്ടിയെ? കാലത്ത് തന്നെ അമ്മ ചിരട്ട കത്തിക്കാനുള്ള പരിപാടികളാണ് നോക്കുന്നത്. ചിരട്ട കത്തിച്ചിട്ട് ആലയിൽ പണിയുന്നതിനായിട്ടാണ്. ചിരട്ടകൾ കത്തിച്ച് അതിൻ്റെ കരിയെടുത്താണ് ആല പണിയുന്നത്. അപ്പം ഇന്നത് അതിനുള്ള കൂട് റെഡിയാക്കുകയാണ്. കരി കത്തിക്കാനായിട്ട് ആ ചിരട്ട വെച്ചേക്കുകയാണ്. അച്ചായതേ പകുതി ഇത് കുറച്ചുകൂടെ ഉണ്ട്. പകുതി നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടു. ഇനി കുറച്ചുകൂടെ ഉണ്ട്. അതോടെ ഇട്ടണം. അത് മൊത്തം എന്നിട്ട് കത്തിക്കണം. 1 കിലോന് എത്രയാണ് ചായേ? 20 രൂപയോ? ആ 1 കിലോ ചിരട്ടയ്ക്ക് 20 രൂപയാണ് കൂട്ടരെ. നിങ്ങളുടെ അവിടെയൊക്കെ എത്രയാണ് ചിരട്ടയ്ക്ക് വില? ചിരട്ട ഇവിടെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കരി ഉണ്ടാക്കാനായിട്ട്. ചായക്ക് നല്ല ചുമയാണ്. ചുമയും കഫക്കെട്ടുമാണ്. അപ്പോൾ ഇത് കത്തിച്ച് ഇത് കത്തി തളിച്ചെടുക്കണം. ഇനി കണ്ണൻകുട്ടി അച്ചാച്ചനെ സഹായിക്കാൻ നിൽക്കുകയാണ്. ഓ നല്ല കുട്ടി. അങ്ങനെ അധികം തീയുടെ അടുത്ത് നിൽക്കില്ല കേട്ടോ പൊന്നാ. നേരം വെളുത്തിട്ട് കണ്ണമ്മോന് അച്ചാച്ചനെ സഹായിക്കാനാണ് കയറിയത്. ഇനി താഴത്തെ അല്ലെങ്കിൽ ചണ്ടകൊട്ടായിരുന്നു. ബസ്സൊന്നോ സ്കൂൾ ബസ്സല്ലത്. സ്കൂൾ ബസ് ഒന്ന് കഴിഞ്ഞല്ലോ. അത് 10ാം ക്ലാസ് ക്ലാസ് തുടങ്ങിയില്ലല്ലോ. എന്താണാവോ? ലച്ചു ബേബി എണിട്ടിട്ടില്ല. അവധിയല്ലേ. സില്ലമ്മയാണ്. സില്ലമ്മ ഓടി. സില്ലമ്മനെ പിടിച്ചോളാം. സില്ലേച്ചി വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ വേഗം കൂട്ടരെ കണ്ടമ്പഴി ഓടിയെന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ ഓടി. നമ്മുടെ ഒരു അയൽവാസിയാണ് ഉണ്ടോ, ഓടി പറമ്പിൻ്റെ അതിലൂടെ ഓടി നടക്കണുണ്ടോ. കട പറ്റിയോ അവളെ ഓടി പിന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് കണ്ട. അതാണ് ഞങ്ങളുടെ അപ്പച്ചൻ. ഒരു ഹായ് പറഞ്ഞേ. അപ്പച്ചന് മരപ്പണി ഉണ്ട്, പിന്നെ ഫർണിച്ചർ വർക്ക് ഉണ്ട്, മരം മുറിക്കൽ, സിമെൻറ്റ് പണി, എല്ലാവിധ പണികളും അപ്പച്ചൻ ചെയ്തു കൊടുക്കും അല്ലേ അപ്പച്ച? എല്ലാ പണിയും ചെയ്തു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഉണക്ക ചെമ്മീനും മാങ്ങയുടെ ചമ്മന്തി ആക്കാനാണിത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒന്ന് നന്നായി വറുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഈ വറ്റൽമുളകും കൂടെ ഒന്ന് ചൂടാക്കി ഇടാം. അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് മാങ്ങ, ഉപ്പ്, നാളികേരം ഇവയെല്ലാം കൂടെ കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് ചമ്മന്തി അരച്ചെടുക്കുക. ഉച്ചത്തേക്ക് നമുക്ക് ചെമ്മീൻ ചമ്മന്തി ആണ് ഉള്ളത്. ചെമ്മീൻ ചമ്മന്തി പിന്നെ പരിപ്പും ചൊരക്കയും തക്കാളിയും കൂടെ വെച്ചതും വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ഇന്ന് ഉച്ചത്തെ വിഭവം. ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഉച്ചത്തെ പരിപാടികളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.